ചീരകൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ് ഗുരുവായൂർ സ്വദേശി സുജാത സുകുമാരൻ. ചീരയിൽ നിന്ന് കണ്ടെത്തിയ ശീതളപാനീയം വിജയകരമായതിനെ തുടർന്ന് ഇനി കാലിത്തീറ്റയും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സുജാത. സുജാത സുകുമാരൻ പാലുവായിലെ വീട്ടിൽ തയ്യാറാക്കുന്ന ശീതളപാനീയത്തിന് വൻ ഡിമാൻഡാണ്. കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും ഇതിനായി നിരവധി ആവശ്യക്കാരെത്തുന്നുണ്ട്. പോഷകസമൃദ്ധമായ വ്ളാത്താങ്കര ചീരയാണ് പാനീയം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. 20 വർഷത്തോളമായി ജൈവകൃഷിയിലൂടെ ശ്രദ്ധേയയായ ഇവർ 3 വർഷം മുൻപാണ് ശീതളപാനീയ ഉൽപ്പാദന രംഗത്തേക്ക് കടന്നത്. വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യ പാലനമായിരുന്നു ലക്ഷ്യം. വീട്ടിൽ ചീരക്കറി വെച്ചാൽ കുട്ടികൾ കഴിക്കാറില്ല. വിറ്റാമിനുകളുടെ കലവറയായ ചീരയുടെ ഗുണം കുട്ടികളിലെത്തിക്കാൻ സുജാത കണ്ടെത്തിയ മാർഗമാണ് ശീതളപാനീയം. ചീര കഴുകിയെടുത്ത് അരിയുമ്പോൾ ഉണ്ടാകുന്ന രക്തവർണ്ണ പാനീയം ശേഖരിച്ച് അല്പം തേനും ചേർത്ത് കുട്ടികൾക്ക് നൽകിയതോടെ സംഭവം ക്ലിക്കായി. പിന്നെ വീട്ടിൽ വിരുന്നെത്തുന്നവർക്കും ഇത് നൽകി തുടങ്ങി. ഇഞ്ചിയും ചെറുനാരങ്ങയും മധുരവും കൂട്ടി സംഭവം കളറാക്കി. ഇത് കുടിച്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിപണിയിൽ ഇറക്കാൻ നിർദ്ദേശിച്ചത്. നഗരസഭയുടെ ആഴ്ചച്ചന്തയിലും വിവിധ പ്രദർശന മേളകളിലും സുജാതയുടെ ശീതളപാനീയം ഹിറ്റാണ്. അവർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചീരകൃഷിയിലെ സ്കാഷ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ആരും അതിന് പ്രാധാന്യം തന്നിരുന്നില്ല. പിന്നെ സ്റ്റാളുകൾ വഴിയാണ് കൂടുതൽ ചെന്നപ്പോഴാണ് അതിന് പ്രാധാന്യം നൽകിയത്. പിന്നെ ഞങ്ങൾ കൃഷികളുടെ മീറ്റിംഗ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ അവർക്ക് ചീര സ്കാഷ് കൊടുത്തപ്പോൾ അവർക്കൊക്കെ അത് നല്ല അഭിപ്രായം വന്നപ്പോൾ കൃഷി ഓഫീസർ അത് ആഴ്ചച്ചന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിക്കൂടെന്നുള്ള ചോദിച്ചപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം തോന്നി. ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി വിൽപ്പന തുടങ്ങി. കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക പിന്തുണയോടെ വിപണി വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. മെഷീനറികൾ ഉപയോഗിച്ച് ചീരച്ചണ്ടി പെല്ലറ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണിവർ. കാർഷിക രംഗത്തെ പുത്തൻ ഉണർവ് ഇവരുടെ പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനമായി. കൃഷിവകുപ്പും നഗരസഭയും കുടുംബശ്രീയും കൂടെയുണ്ട്. പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 10 ഇനത്തിലധികം ചീരകളാണ് സുജാത കൃഷി ചെയ്യുന്നത്. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ സുജാതയുടെ ചീരകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, തൈക്കാട് കൃഷി ഓഫീസർ VC രജിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഹീർ, AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ രഹിത പ്രസാദ്, ബിന്ദു പുരുഷോത്തമൻ, അജിത ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ.